കോഴിക്കോട് നിന്നും ഒരു വാർത്ത വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ് പരാതി. പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ കൈ ഒടിഞ്ഞുവെന്നാണ് പരാതി. കുട്ടിയുടെ തുടർ ചികിത്സയിലും വീഴ്ചയുണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കൈക്ക് പ്ലാസ്റ്റർ ഇട്ടെങ്കിലും പിന്നീട് പരിശോധന നടന്നില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. മേപ്പയൂർ സ്വദേശി രാഗി ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈയാണ് പ്രസവത്തിനിടെ ഒടിഞ്ഞത്. ഈ മാസം 6-ാം തീയതിയായിരുന്നു പ്രസവം. ഡെലിവറി കഴിഞ്ഞത് 6-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതിക്ക് ശേഷം ഇടത് കൈൻ്റെ ഷോൾഡറിനൊരു ഇഞ്ചുറി പറ്റിയെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ NIC യൂണിറ്റിൽ അഡ്മിറ്റ് ആക്കിയതാണ്. അഡ്മിറ്റ് ആക്കിയതിന് ശേഷം അവിടെ PMSY ബ്ലോക്കിൽ നിന്ന് ഓർത്തോടെ ഡോക്ടറെ കണ്ട് അവരിങ്ങോട്ട് വന്നു. എന്നിട്ട് ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞതാണ്. ഓൾറെഡി കുഞ്ഞൻ NIC യൂണിറ്റിലാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയി PMSY ബ്ലോക്കിൽ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയപ്പോൾ അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വരാമെന്ന് പറഞ്ഞതാണ്. അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു, നമ്മൾ റൂമിൽ വന്നു. അന്ന് ഡോക്ടർ വന്നില്ല. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു ഇത് പറഞ്ഞത്. ശനിയാഴ്ച ശേഷം അത് ഞായറാഴ്ചയായി. ഇപ്പോൾ തിങ്കളാഴ്ച വീണ്ടും ഇവിടുന്ന് റെഫർ ചെയ്ത് തന്നു. അപ്പോൾ റെഫർ ചെയ്ത് തന്നപ്പോൾ അവിടെ വീണ്ടും കൊണ്ടുകൊടുത്തു. അപ്പോൾ ഇവിടെ തിരക്കാന്ന്, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വരാമെന്ന് പറഞ്ഞു. ഇന്നലെയും വന്നില്ല. എന്നാൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ശരത്ത്, എന്താണ് സംഭവിച്ചത്? പ്രസവത്തിന്റെ സമയത്ത് കൈയൊടിയുകയോ? ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചത് എപ്പോഴാണ്? എന്താണ് മെഡിക്കൽ കോളേജ് അധികൃതർ അതിന് നൽകുന്ന വിശദീകരണം? യഥാർത്ഥത്തിൽ കുഞ്ഞിനിപ്പോ എന്താ അവസ്ഥ? അൽക്കുബർ, അതായത് ഇക്കഴിഞ്ഞ 6-ാം തീയതിയാണ് രാഗിയുടെ പ്രസവം നടക്കുന്നത്. പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞു എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പ്രസവത്തിനിടെയാണ് കുട്ടിയുടെ കൈക്ക് പരിക്ക് പറ്റിയത് എന്നുള്ളത് ഡോക്ടർമാർ തന്നെ ബന്ധുക്കളോട് അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ഇത്തരത്തിൽ സിസേറിയൻ നടത്തേണ്ടടുത്ത് നിർബന്ധപൂർവ്വം ഈ നോർമൽ ഡെലിവറി നടത്തിയതാണ് കുഞ്ഞിന്റെ കൈക്ക് പരിക്കേൽക്കാൻ കാരണമെന്നുള്ളത് ബന്ധുക്കൾ കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രസവ സമയത്ത് ചില കേസുകൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതായിരുന്നു ഡോക്ടർമാരുടെ ഒരു വിശദീകരണമായി കുടുംബത്തെ അറിയിക്കുകയും ചെയ്തത്. അത് ആ സാഹചര്യത്തിൽ അവരത് മുഖവിലേക്കെടുക്കുകയും ചെയ്തു. തുടർ ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അത്തരത്തിൽ അത് വലിയ പരാതിയായി മുന്നോട്ട് വെക്കാതെ അവർ മുന്നോട്ട് പോയത്. പക്ഷേ പിന്നീട് NICയിൽ, അതായത് കുട്ടിക്ക് ആ ഘട്ടത്തിൽ ഒരു മഞ്ഞയുടെ അസുഖമുണ്ടായിരുന്നു. പിന്നീട് NICയിൽ പ്രവേശിച്ച കുട്ടിക്ക് പക്ഷേ ഈ കൈക്ക് വേണ്ട ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതായത് പിന്നീട് ഓർത്തോ ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് NICയിലേക്ക് വന്ന് തുടർ ചികിത്സ നടത്തിയിട്ടില്ല. കൃത്യമായ രീതിയിൽ ചികിത്സ നടത്തണമെന്ന് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഈ കൈക്ക് പൊട്ടലുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഇത് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ അറിയിച്ച് ഡോക്ടറോട് പരിശോധന നടത്തണമെന്നുള്ളത് ആദ്യഘട്ടത്തിൽ പരിശോധിച്ച ഓർത്തോ ഡോക്ടർ ഈ കുടുംബത്തെ അറിയിച്ചിരുന്നു. പിന്നീട് ഓർത്തോ OPയിലടക്കം നിരവധി തവണ ഈ കുടുംബം രക്ഷിതാക്കളടക്കം പോയെങ്കിലും ഓർത്തോ OPയിൽ നിന്ന് ഡോക്ടർമാർ വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. അങ്ങനെ 6 ദിവസത്തോളമായി കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല ഈ ഓർത്തോയുമായി ബന്ധപ്പെട്ട. അതുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ എന്തായാലും പരാതിയുമായി മുന്നോട്ട് കൂടി വരുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ടിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം ആരോഗ്യ വകുപ്പിന് കൂടി കുടുംബം പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഈ കുട്ടിയുടെ കൈക്ക് പൊട്ടലുമായി ബന്ധപ്പെട്ട് ആശുപത്രി നൽകുന്ന വിശദീകരണം സൂചിപ്പിച്ചതുപോലെ വീഴ്ചയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ചില കേസുകളിൽ ഇത്തരത്തിൽ നോർമൽ ഡെലിവറി സമയത്ത് അപൂർവം ചില കേസുകളിൽ ഇത്തരം പരിക്കുകൾ ഉണ്ടാകാറുണ്ട്. അത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. തുടർ ചികിത്സയിലൂടെ മാറ്റാം എന്നുള്ളതാണ് പരിക്കുമായി ബന്ധപ്പെട്ട് ആശുപത്രി നൽകിയ വിശദീകരണം. താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശരത്.